ഹായ് ഫ്രണ്ട്സ്, സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വയോ വീഡിയോയിലേക്ക്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കയറി കാണുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട്. എല്ലാവരുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ. അതിലേക്ക് കുറച്ച് ഒരു 3-4 ഏലക്ക ചതച്ചിട്ടു. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ തേങ്ങ തിരുമ്മിയത്, അരമുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഭക്ഷണയില എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഗോതമ്പ് പൊടിക്കകത്തിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പഞ്ചസാര ഇളക്കിയ ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കുന്നത്. നല്ലപോലെ വെള്ളം ഒഴിച്ച് പഞ്ചസാരയും ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ച് സോഫ്റ്റ് ആകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏകദേശം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കുമ്പിള് ഉണ്ടാക്കണം. കുമ്പിള് റെഡിയാക്കിയിട്ട് വേണം അതിലേക്ക് ഈ മാവ് വെക്കാൻ. അപ്പോൾ ചെറുതായിട്ട് മാവ് ഉരുളകളാക്കി എടുത്ത് അതിലേക്ക് നമ്മൾ കുമ്പിളിൻ്റെ അകത്തേക്ക് ഓരോ ഉരുളകൾ അതിലേക്ക് വെച്ച് റെഡിയാക്കാം. അതിനുള്ള ഇല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുമ്പിള് കുത്തിയെടുക്കണം. അങ്ങനെ എല്ലാ ഇലയും ഞാൻ കുമ്പിള് കുത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാവ് വെച്ച് ഇഡ്ഡലിക്കുട്ടകത്തിലേക്ക് വെക്കാം. കുമ്പിള് കുത്തി ഇഡ്ഡലിക്കുട്ടത്തിലേക്ക് വെച്ചു. ഇനി അത് 20 മിനിറ്റ് വേകട്ടെ. അതുപോലെ തന്നെ ശർക്കര ചേർത്ത് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്. ഇവിടെ ശർക്കര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് ശർക്കരയും കുറച്ച് ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നെയ്യ് ചേർക്കുന്നത് നല്ലതായിരിക്കും. ചക്കപ്പഴം അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ആവി വെച്ച് വേവിച്ചിട്ട് അതിലിട്ട് ഇളക്കി കുഴച്ചെടുക്കാം. ചക്കപ്പഴം കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടെ ഇന്ന് ചക്കപ്പഴം ഇല്ല. ചക്കപ്പഴം ഇല്ലാതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്.
സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട്